അമ്പലമുക്ക് വിനീത വധക്കേസിൽ പ്രതി രാജേന്ദ്രന് വധശിക്ഷ. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. 2022 ഫെബ്രുവരി 6-നാണ് അലങ്കാരച്ചെടി കടയ്ക്കുള്ളിൽ വെച്ച് രാജേന്ദ്രൻ വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയത്. ഷീജ ചേരുന്നു. ഷീജ, എന്തൊക്കെയാണ് ഈ വിധിയുടെ വിശദാംശങ്ങൾ? തീർച്ചയായും അപൂർവങ്ങളിൽ അത്യപൂർവം എന്നുള്ളൊരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതി രാജേന്ദ്രന്റെ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതി പുറത്ത് ഈ വധശിക്ഷയല്ലാതെ മറ്റൊരു ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ പരോളിൽ പുറത്തിറങ്ങാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. അത്തരത്തിൽ പുറത്തിറങ്ങുകയാണെങ്കിൽ കൂടുതൽ പേരുടെ ജീവന് ഹാനി ഉണ്ടാകും എന്നുള്ള കാര്യം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പ്രോസിക്യൂഷന് കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പക്ഷേ പ്രതി രാജേന്ദ്രൻ ഇന്ന് കോടതിയിൽ ഉണ്ടായിരുന്നു. ഈ വധശിക്ഷ വിധിക്കുമ്പോൾ പോലും ഒരു തരത്തിലുള്ള ഭാവമാറ്റവും പ്രതിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ രീതിയിൽ ഇക്കാര്യങ്ങൾ തന്നെയായിരുന്നു കേസിന്റെ വിചാരണ വേളയിൽ അടക്കം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചതും. അത് തന്നെയാണ് കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള സലാഹുദ്ദീനും മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ വ്യക്തമാക്കിയത്. കാരണം ഈ പ്രതി ഒരു തരത്തിലും ദയ അർഹിക്കുന്നില്ല. കാരണം ഇതിന് സമാനമായ രീതിയിൽ തന്നെ തമിഴ്നാട്ടിലും 3 കൊലപാതകങ്ങൾ പ്രതി നടത്തിയിട്ടുണ്ട്. 2022 ഫെബ്രുവരി 6-നായിരുന്നു വിനീതയെ അമ്പലമുക്കിലെ അലങ്കാരച്ചെടിയുടെ കടയിൽ വെച്ച് ഈ പ്രതി കൊലപ്പെടുത്തുന്നത്. അതും 4.5 പവന്റെ മാല കവരുന്നതിനിടെയായിരുന്നു ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വധശിക്ഷ തന്നെ പ്രതിക്ക് വിധിക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. കൃത്യമായ രീതിയിൽ വാദങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് തിങ്കളാഴ്ചയാണ് ഇതിന്മേലുള്ള അന്തിമ വാദങ്ങളൊക്കെ പൂർത്തിയാക്കിയത്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിനീതയുടെ മാതാപിതാക്കളും ഈ വിധിയിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. അതിനൊപ്പം തന്നെ അന്വേഷണത്തിന്റെ മികവ് അത് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടത്. കാരണം 118 സാക്ഷികളിൽ 96 പേരെയാണ് വിസ്തരിച്ചിട്ടുണ്ടായിരുന്നത്. CCTV ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൃക്സാക്ഷികൾ ഇല്ല എന്നുള്ളത് കൊണ്ട് സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കേസ് പൂർണ്ണമായ രീതിയിൽ അന്വേഷണ സംഘം കണ്ടെത്തുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അതായത് ആ അന്വേഷണത്തിന്റെ മികവ് തന്നെയാണ് ഇത്തരത്തിലൊരു വിധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അമ്പലമുക്ക് വിനീത വധക്കേസിൽ പ്രതിക്ക് വധശിക്ഷ. ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്.